എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. നടന്നത് കേന്ദ്ര ബജറ്റാണ്, കേരള ബജറ്റ് അല്ല. അയ്യോ, അത് ഞാൻ അറിഞ്ഞു. അല്ലല്ല, കേരളത്തിന് ഒരു അവഗണനയും ഇല്ല. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ കേരളത്തിന് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആര് പറഞ്ഞു കിട്ടിയില്ല? നക്ഷത്രദീപങ്ങൾ തിളങ്ങി. അല്ല, അതിന് ഞാൻ മറുപടി പറയുന്നില്ല. എന്താണെന്ന് വെച്ചാ പറ. നിങ്ങൾ പറയും കേരളത്തിന് എന്തല്ല കിട്ടിയത്? എന്താ കിട്ടിയത്? കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ ആനുകൂല്യം കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ലേ? എന്താ കിട്ടാത്ത? എന്താണെന്ന് നിങ്ങൾ പറ. കിട്ടാത്ത ഒരു കാര്യം പറ. നിങ്ങൾ സാർ ഒരു കാര്യം കിട്ടാത്ത പറയും. നിങ്ങൾ പറയും, ഞാൻ ചർച്ചയ്ക്ക് വരാം. കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ പറയും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണക്കി കളഞ്ഞ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഈ വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ കഴിഞ്ഞ 11 വർഷമായി ബജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. അരുണിനെ പോലെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചാല് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ, ബൈ. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസത്തിന് എന്റെ ചോദ്യം, കഴിഞ്ഞ 10 വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ 10 വർഷം മുമ്പ് UPA ഭരണകാലത്ത് ടാക്സ് ഷെയർ എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. പറയട്ടെ. നിങ്ങൾ അങ്ങനെ അങ്ങ് വിളമ്പി പോവില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര കിട്ടി? ഇപ്പൊ എത്ര കിട്ടി? ഇന്നലെ 2 പ്രധാന പത്രങ്ങൾ ഞാൻ നോക്കി. സുധാകരൻ മുതലുള്ള എല്ലാവരുടെയും BJPയുടെ ഒരു പ്രതികരണം കൊടുത്തില്ല. അതൊക്കെ വേണം. ഇത് മര്യാദയല്ല നിങ്ങൾ കാണിക്കുന്നത്. അതെന്തോന്ന് സാധനം? കേരളം നമ്പർ 1 ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ, മരുന്നില്ല ആശുപത്രിയിൽ. ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചോണ്ട് കാര്യമുണ്ടോ? ഞാൻ ചത്താൽ ആ കാശ് എന്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായി. കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങൾ ഏർപ്പെടുന്നത്? അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. മോദി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത്. മതി, ധാരാളം മതി. ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല. എതിർക്കുന്നതാകെ പിണറായി വിജയനും VD സതീശനും പിന്നെ മലയാള മാധ്യമങ്ങളും. അവരോട് പോവാൻ പറ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി.